മീനൂട്ടിന്റെ മാളൂട്ടിന്റെ വീട്ടിലെ പാല് നാട്ടിലില്ല. മാളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് അതേ ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ 8 മണിക്ക് തന്നെ അവിടെ എത്തണമെന്ന് എന്നോട് മണിക്കൊരു കലയാണ്. രാവിലെ 8 മണിക്ക് പറഞ്ഞാൽ 9 മണിക്കെങ്കിലും എത്തും. പാവം ഞാൻ വന്നപ്പോഴത്തേക്കും ചടങ്ങെല്ലാം കഴിഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയുണ്ട്, പാല് കാച്ച്. അത് മാത്രം കഴിഞ്ഞില്ല. എന്നപ്പോ തന്നെ എന്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ എടുക്കുക. കണ്ണാടി കണ്ട ഞാൻ മമ്മൂക്കയാണ്, വീട്ടിലില്ല ഞാൻ. ഇനമ്മേ കണ്ടോ, എന്നെ ചവിട്ടിക്കൂട്ടി ഉപ്പിടാനുള്ള ദേഷ്യമുണ്ട്. ഫോൺ കണ്ടപ്പോഴത്തേക്കും എന്ത് ക്ഷമയുള്ള കുട്ടിയല്ലേ. ഇജമ്മോട് സുന്ദരി കുട്ടിയെ പാല് കാച്ചാൻ റെഡിയായി നിൽക്കുവാണ്. ഷീജമ്മോട് പാല് കാച്ചുവെന്ന് പ്രതീക്ഷിച്ചല്ലേ ഞാൻ. വീടിന്റെ മേശിരി വന്ന് പന്തം പോലെ തീ കത്തിക്കുന്നു. മേശിരിയുടെ അസിസ്റ്റന്റായിട്ട് ഷീജമ്മോളും മാമനും കൂടെയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ആ ശുഭമുഹൂർത്തം എത്തിക്കഴിഞ്ഞു. പാല് തിളച്ച് പൊങ്ങി വീണു. കുറച്ച് പഞ്ചസാരയും പഴമൊക്കെ ചേർത്ത് പഞ്ചരസാക്കി മാറ്റി. ഈ സമയം ഷീജമ്മോള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. ഇതിൽ എന്താണ് ശരിക്കും ചേർത്തെന്ന് അറിയാൻ വയ്യാതെ നമ്മുടെ മീനമ്മ ഇളക്കാൻ വന്നിട്ടുണ്ട്. എന്നോടുള്ള കലിപ്പ് തീരെ മാറിയിട്ടില്ല. എപ്പോഴും വീഡിയോ ഓഫാക്കോ അപ്പോഴാ തീയെടുത്തിട്ട് മണ്ടക്കറി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുരുഷൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് മീനമ്മരെ കാല് വീഴാൻ പ്രത്യേകം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മീനമ്മരെ കൂട്ട സെൽഫിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നൂൽപുട്ടും ചിക്കനുമായിരുന്നു. എന്തു മാമനാണിത്, മതിയെന്ന് പറയുന്ന ഒരു ചിക്കൻ ഇട്ടുകൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ വീഡിയോ പിടിക്കുന്ന തിരക്കിലും. എന്തായാലും നല്ല രീതിയിൽ ചിക്കനൊക്കെ തിന്ന് കുമ്പ് വീർത്ത് വീട്ടിലോട്ട് ഓടി.